ഹലോ ഫ്രണ്ട്സ്, ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാഴപ്പിണ്ടി കൊണ്ട് അതീവ രുചികരവും പോഷകപ്രദവുമായ ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോകാം. ആദ്യം വാഴപ്പിണ്ടി ഈ നാരെല്ലാം കളഞ്ഞ് ഇങ്ങനെ വട്ടത്തിന് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ നൂല് നമ്മുടെ വിരളിൽ ചുറ്റിയെടുക്കാം. ഇങ്ങനെ വട്ടം വെട്ടുന്നതോടുകൂടി തന്നെ ഈ നൂലും വിരളിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് വാഴപ്പിണ്ടി. അതാരും പാഴാക്കാതെ ഉപയോഗിക്കണം. സാധാരണ വാഴപ്പിണ്ടി വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. വാഴത്തട ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നല്ല കറിയൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. കൊളസ്ട്രോളൊക്കെ കുറയാനും BP കുറയാനും ഷുഗർ കുറയാനും ഒക്കെ നല്ല ഒരു ഔഷധം കൂടിയാണ് ഈ വാഴപ്പിണ്ടി. അപ്പം ഞാനിത് മുഴുവനും ഒന്ന് വട്ടത്തിന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. വാഴപ്പിണ്ടി നൂലൊക്കെ കളഞ്ഞ് വട്ടത്തിന് അരിഞ്ഞിട്ടുണ്ട്. ഇതിന് ചെറിയ കഷണങ്ങളായിട്ട് മുറിക്കണം. ഇങ്ങനെയുള്ള ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. തോരനരിയുന്നത് പോലെയല്ല, കുറേ കൂടി വലുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. മൊത്തം അരിഞ്ഞുകൊണ്ട് വരാം. ഇത്ര വാഴപ്പിണ്ടിയുടെ ആവശ്യമേ ഉള്ളൂ ഈ കറി ഉണ്ടാക്കാൻ. ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. വാഴപ്പിണ്ടി അരിഞ്ഞത് കഴുകി എടുത്തിട്ട് ഒരു പാനിലൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. വാഴപ്പിണ്ടി വേവുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കുക. അതിനായിട്ട് അരമുറി തേങ്ങ തിരുമിയത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 3-4 അല്ലി ചെറിയ ഉള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 കാന്താരി മുളക്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, അതിട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കുക. അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വാഴപ്പിണ്ടിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഈ അരപ്പൊഴിച്ച് കൊടുക്കുക. അരപ്പിനി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. അരപ്പ് അവിടെ കിടന്നൊന്ന് ചൂടാകട്ടെ. ആ സമയത്ത് കുറച്ച് മോരടിച്ചുകൊണ്ട് വരാം. അരപ്പരച്ച മിക്സിയുടെ ജാറിലോട്ട് തന്നെ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അരയണ്ട, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങാക്കൂട്ടൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ല വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ അണയ്ക്കാം. തീ അണച്ച ശേഷം ഈ അടിച്ചു വച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കുക. മോര് ചേർത്താൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊന്നും പോരുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി റെഡിയായി. ഇനി താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് വിളമ്പുന്നൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ്.
അതിൻ്റെ മുകളിലായിട്ട് ഒരു അര ടീസ്പൂൺ ഇത് ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതിട്ട് കൊടുത്തു. ഇവിടെ താളിച്ച് വെച്ചിട്ടുണ്ട്. ആ താളിച്ചത് ആ എണ്ണയോടുകൂടി ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ഉള്ളി, വറ്റൽമുളക്, കടുക്, കറിവേപ്പില ഇത്രയാണ് താളിച്ചത്. ഇനി ഇതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉലുവയുടെയും വറ്റൽമുളകിൻ്റെയൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത ഒരു നല്ല മണം കൂടെ കിട്ടും. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള വാഴപ്പിണ്ടിയാണ്, വാഴപ്പിണ്ടി ഒഴിച്ച് കറി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. ഒരു അച്ചാറോ സൈഡായിട്ട് എരിവിന് വേണ്ടിയിട്ട് ഒരു അച്ചാറെങ്ങാനും ഉണ്ടെങ്കിൽ, അച്ചാറോ ചമ്മന്തിയോ എല്ലാം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു പറ ചോറുണ്ണാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം.